മുന്നിൽ കാണും. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പം മക്കൾ മരിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട് ഇവരുടെ പോക്ക് കണ്ടിട്ട്. എന്തിനുള്ള പുറപ്പാടാണെന്ന് ഞാൻ ഫോണും കൊണ്ടിരിക്കുന്ന പോലെ അയാൾ ശ്രദ്ധിക്കുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസം 2-3 ദിവസം മുമ്പ് നമ്മുടെ യൂട്യൂബിനകത്ത് ഇങ്ങനെ വൈറലായൊരു വീഡിയോ ആയിരുന്നു. ഒരു അമ്മ ഇങ്ങനെ മോനെക്കുറിച്ച് സംസാരിക്കുന്നത്. മോനാണെങ്കിൽ മോനെയും കൊണ്ട് അമ്മ സ്കൂട്ടറിൽ പോകുന്ന വഴിക്ക് സ്വകാര്യ ബസ് വന്നിടിച്ചിട്ട് മരിച്ചു പോയ മോനെക്കുറിച്ച് കേട്ടോ. 2 മക്കളായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ ഞാനത് ഇതിനകത്ത് കാണിച്ചേക്കാം. അമ്മ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഭയങ്കര വിഷമത്തിൽ മോൻ മരിച്ചതും നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് സ്വകാര്യ ബസ്സിൻ്റെ മത്സര ഓട്ടം കാരണം അമ്മ സ്കൂട്ടറിലാണ് പോയിക്കൊണ്ടിരുന്നത്. മോനെ എന്താ ചെണ്ട പഠിപ്പിക്കാനോ മറ്റോ പോകുന്ന വഴിക്കാട്ടോ ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ മോൻ മരണപ്പെടുകയും അമ്മയുടെ മുമ്പ് വെച്ച് തന്നെ മോൻ മരണപ്പെടുകയും ചെയ്തില്ലേ. എന്തൊരവസ്ഥയല്ലേ, മോൻ്റെ മരണം അമ്മ മുന്നിൽ കാണും. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പം മക്കൾ മരിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. ആ അമ്മയുടെ അതും മുന്നിൽ വെച്ച് തന്നെ കൺമുന്നിൽ വെച്ച് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ വേദനയുള്ള കാര്യം തന്നെ കേട്ടോ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ മത്സരവോട്ടം കേട്ടോ. ഇപ്പോൾ സ്വകാര്യ ബസ്സിൻ്റെ ആ അമ്മ അനുഭവം വെച്ചിട്ട് സ്വകാര്യ ബസ്സിൻ്റെ മത്സരവോട്ടത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ സ്വകാര്യ ബസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ KSRTC ഒട്ടും മോശമല്ല എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള തെളിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അവർ ഒട്ടും മോശമല്ല. പിന്നെ പറയുന്നവർക്ക് വേണമെങ്കിൽ ഡ്രൈവർമാർക്ക് ഇങ്ങനെ പറയാം, കറക്റ്റ് സമയത്തിന് ഓടിയില്ലെങ്കിൽ അത് പ്രശ്നമാവും, ആ ടൈമിങ് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും മരണപ്പാച്ചിൽ പായുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനൊന്നും പറയാൻ അർത്ഥമില്ല കേട്ടോ. മനുഷ്യൻ്റെ ജീവിതം വെച്ചിട്ട് മനുഷ്യൻ ചെയ്യാൻ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുവാണെങ്കിൽ അത് വല്ലാത്തൊരു പാച്ചിൽ തന്നെയാണ്. എന്തായാലും അങ്ങനെ എനിക്കൊരുണ്ടായൊരു അനുഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോക്കകത്ത്. അപകടം മരണപ്പാച്ചിലൊന്നും അവർ ഒഴിവാക്കിയിട്ടില്ല ഗൈസ്. സൈഡിൽ കടയും ഒറ്റത്തൂടെയൊക്കെ ഇമ്മിണി സ്ഥലം കിട്ടിയാൽ ബസ്സിന് പകുതി സ്ഥലം കിട്ടിയാലും അവർ കയറിപ്പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് കയറിപ്പോയതേ ഉള്ളൂ. ആ KSRTC-കാരനാണ് ഇപ്പം കയറ്റാൻ നോക്കുന്നത്. ഇപ്പോഴൊന്ന് ശ്രമിച്ചു, പക്ഷെ അയാൾ പരാജയപ്പെട്ടു, ദയനീയമായിട്ട് പരാജയപ്പെട്ടു. പക്ഷെ അയാൾ കയറ്റിയാലേ അയാൾ അടങ്ങത്തുള്ളൂ. അതേപോലെ വണ്ടി വരുന്നത് സമയം, പിന്നെ മനുഷ്യൻ ജീവൻ വെച്ചിട്ടാണല്ലോ സമയം കളിക്കുന്നത്. ഇച്ചിരി സമയം വൈകിയാലും വീട്ടുകാർക്ക് കുഴപ്പമൊന്നുണ്ടോ? നോക്ക് കയറാൻ നോക്കും. അയാൾ കയറാൻ നോക്കുന്നുണ്ടോ? ആകെ ഇമ്മിണി സ്ഥലമുള്ളത്. എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട് ഇവരുടെ പോക്ക് കണ്ടിട്ട്. എന്തിനുള്ള പുറപ്പാടാണെന്ന് ഞാൻ ഫോണും കൊണ്ടിരിക്കുന്ന പോലെ അയാൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളിതിനകത്തുനിന്ന് എസ്കേപ്പ് ആകുമ്പോൾ നമുക്ക് സ്ഥലമില്ല, എന്നിട്ട് അയാൾ അതിനകത്തുനിന്ന് ഇതുണ്ടോ KSRTC പ്രൈവറ്റ് ബസ് ആണെങ്കിൽ അവര് ഉടമസ്ഥര് പറഞ്ഞിട്ടുള്ള മത്സരം എന്ന് പറയാം. KSRTC ഏത് ഉടമസ്ഥര് പറഞ്ഞിട്ട് ഈ മത്സരം നടത്തുന്ന അറിയത്തില്ല കേട്ടോ. KSRTC ഫുൾ നഷ്ടത്തിലാണെന്നാ നമ്മള് ഇവിടെ എല്ലാവരും സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ നഷ്ടത്തിലുള്ള KSRTC ആണെങ്കിൽ മരണപ്പാച്ചിൽ പാഞ്ഞിട്ടും ഇവരിങ്ങനെ നഷ്ടത്തിലായി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ? കാരണം അതുപോലുള്ള മരണപ്പാച്ചിൽ അവർ പായുന്നത്. ഈ KSRTC പ്രൈവറ്റ് ബസ്സിനോട് മത്സരിക്കുമല്ലോ, KSRTCയുടെ തന്നെ മത്സരിക്കുന്ന ആളാണ് നിങ്ങൾ ഈ വീഡിയോക്കകത്ത് കണ്ടത് കേട്ടോ. ഇത് ഈ ജീവൻ പണയം വെച്ച് നമ്മൾ അടുത്തുള്ളവരും അത് നാട്ടുകാരും ബസ്സിനകത്ത് ഇരിക്കുന്നവരും നമ്മൾ ഈ ഓട്ടോയിലും കാറിലും ജീപ്പിലും അല്ലെങ്കിൽ സ്കൂട്ടറിലൊക്കെ പോകുന്നവരും എല്ലാം പേടിച്ച് വേണം നമ്മൾ ഇരിക്കാൻ ഇവരുടെ ഈ പാച്ചിലിനിടയിൽ. ഇതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും തീരുമാനം ഇറക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അധികം കുറേ എന്തെങ്കിലുമൊക്കെ ഇത് ചുരുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് എന്തെങ്കിലും മുന്നോട്ട് വന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം കിടന്ന് അങ്ങനെ കാണിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ. പിന്നെ അന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ കുട്ടി മരിച്ചല്ലോ. അത്രയും കുട്ടികൾ ആ ബസ്സിനകത്ത് ഉണ്ടായിട്ടും ആ ഒരു മോള് മാത്രം തെറിച്ചു പോവുകയും ആ മോളുടെ മേലിലോട്ട് ബസ് മറിയുകയും ചെയ്തിട്ടാണ് ആ കുട്ടി മരിച്ചത്.
അപ്പൊ ഇതൊക്കെ ഭയങ്കര ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ. എന്താ പുറമേ നമ്മൾ ഈ മൂന്നാമതൊരാൾ കാണുന്നതിനകത്തൂടെ ക്കാളും കൂടുതൽ വശങ്ങളുണ്ട് കേട്ടോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും അപകടങ്ങൾ നടക്കുമ്പം അതിനിടയിൽ വരുന്നതും അത് പരിഹരിക്കാനായിട്ട് വരുന്നതും അതിന് ഓരോ പരിഹാര മാർഗങ്ങൾ ഉണ്ടാവുന്നതും അല്ലെങ്കിൽ ഒരാൾ പ്രതിയാവുന്നതും അതിനകത്തൊക്കെ ഒരുപാട് വശങ്ങളുണ്ട്. ഇത് നമ്മൾ സാധാരണപ്പെട്ടവർക്കൊന്നും അതിൻ്റെ പുറകെ പോയിട്ട് കുറ്റം തെളിയിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാനോ ഒന്നും ഉള്ള പവറില്ല. ഇപ്പം ബോച്ചയുടെ വിഷയം തന്നെ വന്നപ്പം ഹണി റോസ് ആയിട്ടല്ലേ, വേറെ എത്രയോ പാവങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ, മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടും ആരും ആരുടെയും സൗണ്ട് ഉയർന്നു കേട്ടില്ലല്ലോ. അപ്പോൾ ഹണി റോസ് എന്ന് പറഞ്ഞ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ആ പ്രശ്നം അത്രയെങ്കിലും ആകാൻ കാരണം. വേറെ എത്രയോ പാവങ്ങൾ, എത്രയോ ബോച്ചന്മാരുണ്ട് സമൂഹത്തിൽ, എന്നിട്ട് ആരുടെയും പ്രശ്നങ്ങൾ പുറത്തു വന്നില്ലല്ലോ. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും, ഈ അപകടങ്ങൾ, പ്രശ്നങ്ങൾ സമൂഹത്തിനുണ്ടാകുന്നതെല്ലാം അങ്ങനെ തന്നെ കേട്ടോ പോകുന്നത്. പാവപ്പെട്ടവരുടെ വോയിസ് ഉയർന്നു കേൾക്കില്ല, പണക്കാരുടെ വോയിസ് ഉയർന്നു കേൾക്കും, അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്റെ വോയിസ് ഉയർന്നു കേൾക്കും. അത് എല്ലാ മേഖലകളും അങ്ങനെ തന്നെ കേട്ടോ. ആദ്യം മാത്രമായിരിക്കത്തില്ല. കാട് കയറി പോകുന്നില്ല കേട്ടോ. എന്നാലും എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവരാണ് സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.